നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ എക്സ്ക്ലൂസീവിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് മെയ് 1 അഖില ലോക തൊഴിലാളി ദിനം കൂടിയാണ്. എല്ലാവർക്കും, എല്ലാ മാന്യ പ്രേക്ഷകർക്കും മെയ് ദിനത്തിന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. ഇനിയും ഇന്നത്തെ എക്സ്ക്ലൂസീവ് വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് മെയ് 1. മെയ് മാസത്തിൽ പുതിയ പല മാറ്റങ്ങളും ജർമ്മനിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റിയുള്ള ഒരു എക്സ്ക്ലൂസീവാണ് ഇന്നത്തെ പ്രതിപാദന വിഷയം. സർനെയിം രീതികളിൽ വരുത്തുന്ന മാറ്റം മുതൽ പുതിയ സർക്കാർ അധികാരമേൽക്കുന്നതുവരെ നിരവധി മാറ്റങ്ങളാണ് മെയ് മാസത്തിൽ ജർമ്മനിയെ കാത്തിരിക്കുന്നത്. വിവാഹിതരായ ദമ്പതികളിൽ അവരുടെ ഡബിൾ ബാരൽ സർനെയിം ഉപയോഗിക്കാനുള്ള അവകാശം നടപ്പാക്കുന്നത് മെയ് 1 അതായത് ഇന്ന്. ഹൈഫനോട് കൂടിയോ അല്ലാതെയോ ഇത് ഉപയോഗിക്കാം. മുൻപ് ദമ്പതികൾ ഒരാൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ സർനെയിം ഉപയോഗിക്കാൻ സാധിച്ചിരുന്നത്. സാധാരണഗതിയിൽ സ്ത്രീകളാണ് അത് ഉപയോഗിച്ചു വന്നിരുന്നത്. ഇനി അടുത്തത്, രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് 10 ആഴ്ച പിന്നിടുമ്പോൾ ജർമ്മനിയിൽ ഒരു പുതിയ സർക്കാർ അധികാരമേൽക്കുകയാണ്. മെയ് 6 സത്യപ്രതിജ്ഞ. അന്നാണ് ചാൻസലർ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. SPD-യുടെ ഒലാഫ് ഷോൾസിന്റെ സ്ഥാനത്ത് CDU-വിന്റെ ഫ്രെഡറിക് മെർസ് ചാൻസലർ ആകുമെന്നാണ് പ്രതീക്ഷ. CDU-CSU സഖ്യത്തിന് SPD കൂടി പിന്തുണ നൽകിയാണ് പുതിയ സർക്കാരിന്റെ രൂപീകരണം. ഇനി അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ജർമ്മനിയിലെ പാസ്പോർട്ട്, ID കാർഡ് തുടങ്ങിയവർക്ക് അതിനപേക്ഷിക്കുന്നവർക്ക് ഫോട്ടോകൾ പ്രിന്റ് എടുത്ത് നൽകുന്ന രീതി അവസാനിക്കുന്നത് മെയിലാണ്. ഇതിനു പകരം ഡിജിറ്റൽ ഫോട്ടോ മാത്രമായിരിക്കും ഇനി സ്വീകരിക്കുക. 2 പൊതു അവധി ദിവസങ്ങളാണ് മെയിൽ ജർമ്മനിയിൽ ലഭിക്കുക. ആദ്യത്തേത് മെയ് 1 തൊഴിലാളി ദിനം തന്നെ, അത് ഇന്നാണ്. രണ്ടാമത്തേത് മെയ് 29 അസെൻഷൻ ഡേ അല്ലെങ്കിൽ ക്രിസ്റ്റി ഹിമ്മൽഫാർട്ട് ജർമ്മൻ ഭാഷയിൽ പറഞ്ഞ. രണ്ടും വരുന്നത് വ്യാഴാഴ്ചകളിലാണ്. ജൈവവും അജൈവവുമായ മാലിന്യങ്ങൾ കൃത്യമായി വേർതിരിച്ചു കൊടുക്കാത്തവർക്ക് പുതിയ നിയമം മെയിലാണ് വരുന്നത്. അഫാൾ എന്നാണ് മാലിന്യങ്ങൾക്ക് ജർമ്മനിയിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പിഴ 2500 വരെയാണ് യൂറോ പിഴയായിട്ട് നൽകേണ്ടി വരിക നിയമം തെറ്റിച്ചാൽ. ഇനി ഇത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറഞ്ഞാൽ, മെയ് 1 ടാഗ് ഡേ ആബൈറ്റ്, അതായത് മെയ് ദിനം. ഇന്ന് പൊതു അവധിയാണ്. നാളെ വെള്ളിയാഴ്ചയാണെങ്കിലും മിക്കവരും അവധി എടുത്തിട്ടാണ് ജർമ്മനിയിൽ ഒരു ബ്രുക്കൻ ടാഗ് എന്ന് പറയുന്ന നാളത്തെ ദിവസം കൂടെ എടുത്ത് ലോങ് വീക്കെൻഡ് കിട്ടുന്ന ഒരു സമ്പ്രദായം ജർമ്മനിയിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ വ്യാഴാഴ്ച അവധി ദിവസമാണെങ്കിൽ ജർമ്മനിയിൽ വെള്ളിയാഴ്ച ഉൾപ്പെടുന്ന ശനിയാഴ്ച, ഞായറാഴ്ച ഈ ദിവസങ്ങളെല്ലാം തന്നെ അവധി എടുക്കുന്ന ഒരു പ്രകൃതം വർഷങ്ങളായിട്ടുണ്ട്. പുതിയ ആളുകൾക്ക് ഇതിനെപ്പറ്റി അറിയില്ല. ബ്രുക്കൻ ടാഗ് എന്നാണ് ഇങ്ങനത്തെ ദിവസങ്ങളെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ എല്ലാവരും ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ ബെർലിനിലുള്ളവർക്ക് ഒരു അവധി ദിവസം കൂടെ കൂടി കിട്ടും. അതായത് സഖ്യകക്ഷികൾ, പണ്ട് യുദ്ധകാലത്തെ കാര്യമാണ്, സഖ്യകക്ഷികൾ നാസികളെ പരാജയപ്പെടുത്തിയതിന്റെ 80ാം വാർഷികം ആഘോഷിക്കുന്നതിനായി ഫെഡറൽ സ്റ്റേറ്റ്, അതായത് ബെർലിൻ, മെയ് 8 ഒരു പൊതു അവധി ദിവസമായിട്ട് അംഗീകരിക്കുന്നുണ്ട്. അത് മെയ് 2 മുതൽ 11 വരെ അതിന് പ്രദർശനങ്ങളും വായനകളും മറ്റു പല കാര്യങ്ങളും അവിടെ നടത്തിയെടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു തീം ആഴ്ചയാണ് ബെർലിനിൽ അടുത്ത ആഴ്ചകളിൽ നടക്കുക. അടുത്തത് ഞാൻ പറഞ്ഞു, ക്രിസ്റ്റി ഹിമ്മൽഫാർട്ട് മെയ് 29 സ്വർഗാരോഹണ ദിനം. ഇതെല്ലാ ഫെഡറൽ സംസ്ഥാനങ്ങളിലും അംഗീകരിക്കപ്പെടുന്ന ഒരു അവധി ദിവസമാണ്. കർത്താവ് തന്റെ പുനരുത്ഥാനത്തിന് ശേഷം 40ാം ദിവസം ശിഷ്യന്മാരോടൊപ്പം യാത്ര ചെയ്യുകയും പ്രസംഗിക്കുകയും ചെയ്തതിനു ശേഷം സ്വർഗാരോഹണം ചെയ്ത ദിവസമാണ്. ഇത് ജർമ്മനിയിൽ പിതൃദിനമായിട്ടാണ് കൊണ്ടാടുന്നത്. ഇനിയും പുതിയ സർക്കാർ അധികാരമേൽക്കുന്നത് മെയ് 6 അതുകൊണ്ട് തന്നെ അതൊരു വലിയ മാറ്റത്തിന്റെ ദിവസമായിരിക്കും ജർമ്മനിയിൽ. മെയ് 7 സഖ്യം ഔദ്യോഗികമായി എല്ലാ കാര്യങ്ങളും പുതിയ ഗവൺമെന്റിന്റെ കീഴിലേക്ക് മാറുന്ന ദിവസമാണ്. ഇനി മറ്റൊന്ന് പ്രധാനപ്പെട്ട കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതൊന്നുകൂടി വിശദമാക്കിയാൽ, മെയ് 1 മുതൽ ജർമ്മനിയിലെ പ്രാദേശികമായിട്ടുള്ള കാര്യങ്ങളിൽ പൗരന്മാരുടെ ഓഫീസ്, അതായത് ബുർഗറാമിന്റെ വഴി താമസാനുമതി അല്ലെങ്കിൽ റെസിഡൻസ് പെർമിറ്റ്, പേഴ്സണൽ ID അല്ലെങ്കിൽ പാസ്പോർട്ട് പോലുള്ള ID പുതുക്കുന്ന ഏതൊരാൾക്കും അവരുടെ അപ്പോയിന്റ്മെന്റ് അച്ചടിച്ച ബയോമെട്രിക് ഫോട്ടോ കൊണ്ടുവരുന്നതിന് പകരം ഡിജിറ്റലായി ഒരു ബയോമെട്രിക് ഫോട്ടോ സമർപ്പിക്കേണ്ടി വരും. പുതിയ നിയമങ്ങൾ അല്പം സങ്കീർണമാണെങ്കിലും അതിനാൽ രേഖകൾ പുതുക്കേണ്ട സമയമാണെങ്കിൽ ഒരു ഗൈഡ് ഉപയോഗിക്കുന്നത് പരിശോധിച്ച് ഇത് ചെയ്യുന്നത് നന്നായിരിക്കും. ഇനി അടുത്തത് ബെർലിനിൽ പിഴ കൊടുക്കുന്ന കാര്യമാണ്. മെയ് 1 മുതൽ പുതിയ മാറ്റം വന്നിട്ടുണ്ട്. ബെർലിനിലെ പൊതുഗതാഗത ഉപയോക്താക്കൾക്ക് ഊബാൻ അല്ലെങ്കിൽ ട്രാമിൽ അല്ലെങ്കിൽ ബസ്സിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ പിടിക്കപ്പെട്ടാൽ 50 യൂറോ പിഴ ഈടാക്കുമെന്നാണ്. അടുത്തത് ഏറ്റവും ഒടുവിലത്തേത്, സ്കൈപ്പ് പിരിച്ചുവിടുന്ന സംഭവമാണ്. സ്കൈപ്പ് ഇപ്പോൾ വിസ്മൃതിയിലേക്ക് പോയിരിക്കുകയാണ്. നമ്മുടെ വാട്സാപ്പ് അല്ലെങ്കിൽ സൂം വന്നതിന് ശേഷം 2003 ആരംഭിച്ചതാണ് സ്കൈപ്പ്. 2025 അതായത് ഈ മാസം മെയ് 5 സ്കൈപ്പ് ഓഫ്ലൈനിലേക്ക് പോവുകയാണ്. അതായത് ചാറ്റ്, വീഡിയോ കോളിംഗ് സേവനം ഇനി പ്രവർത്തിക്കില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് സ്കൈപ്പ് അക്കൗണ്ടുകൾ മൈക്രോസോഫ്റ്റ് ടീമുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിലാണ് അത് ഓഫ്ലൈനിലേക്ക് പോകുന്നത്. ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിൽ ഓൺലൈൻ പോർട്ടലായ പ്രവാസി ഓൺലൈൻ സന്ദർശിക്കുക. അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ TV കൂടി ശ്രദ്ധിക്കുക. നന്ദി, നമസ്കാരം.